നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. സമൂഹ മാധ്യമത്തിലൂടെ അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നേരത്തെ നിഷേധിച്ചത്. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകൾ അടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. പക്ഷേ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രാഹുൽ ജയിലിൽ നിരാഹാരം തുടരുന്നതിൽ കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. നിരാഹാര സമരം അംഗീകരിക്കില്ലെന്നും നിരാഹാരം കിടത്തി അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമം നടത്തുകയാണെന്നും ജാമ്യം നൽകുന്നത് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തുല്യമാണെന്നും പ്രതി നടത്തിയത് ഗുരുതര കുറ്റങ്ങളാണെന്നും കോടതി പറഞ്ഞു. എന്തായാലും അതിജീവിതയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വർ നിലപാട് മയപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പിൻവലിക്കാമെന്നായിരുന്നു രാഹുൽ കോടതിയിൽ അറിയിച്ചത്. ജാമ്യം നൽകണമെന്ന രാഹുലിന്റെ അപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ചെയ്തു. രാഹുലിനായി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. രാഹുൽ ഈശ്വറിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. നേരത്തെ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. നിരാഹാരത്തിലായിരുന്നതിന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നുവെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വാദം കഴിഞ്ഞിരുന്നു. നേരത്തെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ജാമ്യാപേക്ഷയുമായി രാഹുൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും അറിയിച്ചിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുലിന്റെ നിരാഹാരം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അന്വേഷണത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ശ്രമമാണെന്നും കോടതി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം രാഹുൽ ഈശ്വർ ചികിത്സയിലായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായതോടെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി കോടതി കഴിഞ്ഞ ദിവസം തള്ളിയതും തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. ഇരകളെ അവഹേളിച്ച് മുമ്പും രാഹുൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നും ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്ന സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഇത് കണക്കിലെടുത്തായിരുന്നു കോടതി ഹർജി തള്ളിയത്. ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റിയിരുന്നു. അതിജീവിതയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലിട്ട പോസ്റ്റുകളെല്ലാം പിൻവലിക്കാമെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കവേ രാഹുൽ കോടതിയിൽ അറിയിച്ചിരുന്നു. എന്തായാലും രാഹുൽ ഈശ്വറിന് ഈ ഒരു ജാമ്യം കിട്ടുമോ, എങ്ങനെയാണത് വീണ്ടും നീക്കങ്ങൾ നടത്തുമ്പോൾ ജാമ്യം തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ്. നമുക്കറിയാം ദിലീപ് വിഷയത്തിൽ, നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപിനൊപ്പം അല്ലെങ്കിൽ ദിലീപിനെ അനുകൂലിച്ചും അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതുപോലെ തന്നെ ദിലീപ് കുറ്റക്കാരനല്ല എന്നൊരു നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ രാഹുൽ ഈശ്വർ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രതികരണം നടത്തി. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രതികരണം നടത്തിയത്. സത്യമേവ ജയത എന്ന ഒറ്റ വാചകത്തോടെ ദിലീപും രാഹുൽ ഈശ്വർ ഒരുമിച്ച് നിൽക്കുന്ന പഴയ ചിത്രം പങ്കുവച്ചായിരുന്നു പ്രതികരണം. രാഹുൽ ഈശ്വർ നിലവിൽ ജയിലിലായതിനാൽ അദ്ദേഹത്തിന് വേണ്ടി ഭാര്യ ദീപ രാഹുൽ ഈശ്വറാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ദിലീപ് കുറ്റവിമുക്തനായാൽ സന്തോഷം രേഖപ്പെടുത്തുന്ന പോസ്റ്റ് രാഹുൽ ഈശ്വറിന് വേണ്ടി ദീപ രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തതെന്ന് പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധി വന്നപ്പോൾ ചാനൽ ചർച്ചകളും മറ്റും തത്സമയം പ്രതികരിക്കാൻ രാഹുൽ ഈശ്വറിന് സാധിക്കാതെ വന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. കേസിൽ വിധി പറയുമ്പോൾ 8ാം പ്രതിയായ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ തന്നെ ശക്തമായി പ്രതികരിക്കുമെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതേ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.